Hi students, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് അതുമായി റിലേറ്റഡ് ആയിട്ടാണ്. +1ലെ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് പോയിന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ആകെ രണ്ട് ഫോക്കസ് പോയിന്റ് മാത്രമേ ഉള്ളൂ, 2.2 അതുപോലെ 2.10. ഈ രണ്ട് സെക്ഷനിൽ നിന്നുള്ള ഫോക്കസ് പോയിന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റിലേക്ക് പോകാം. ഫോക്കസ് പോയിന്റ് 2.2 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഫിസിക്സിൽ പല ക്വാണ്ടിറ്റീസുകളുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയൊക്കെ മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ യൂണിറ്റുകളുടെയും കംപ്ലീറ്റ് സെറ്റിനെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഓൾ കൈൻഡ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഏതൊക്കെയാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് CGS സിസ്റ്റം, 2 MKS സിസ്റ്റം, 3 FPS സിസ്റ്റം, കൂടാതെ നാലാമതായിട്ട് SI സിസ്റ്റം കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് CGS സിസ്റ്റം നോക്കാം. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് ഇക്വലൻറ്റ് സിസ്റ്റം. ഇതൊരു ഫ്രഞ്ച് ഇക്വലൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ C സ്റ്റാൻഡ്സ് ഫോർ സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ദ ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ. അതുപോലെ G സ്റ്റാൻഡ്സ് ഫോർ ഗ്രാം. അതായത് ഈ യൂണിറ്റിൽ മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാമിലാണ്. അതുപോലെ S സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ്, ദാറ്റ് ഈസ് ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. ഓക്കെ, ഇതാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെൻറ്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാം ആൻഡ് ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ഇറ്റ് ഈസ് എ മെട്രിക് ഓർ ഡെസിമൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. CGS സിസ്റ്റം ഒരു മെട്രിക് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം ആണെന്ന് പറയും. അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ സിസ്റ്റമാണ് MKS സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതും ഒരു ഫ്രഞ്ച് ഇക്വലന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഈ സിസ്റ്റത്തിൽ M സ്റ്റാൻഡ്സ് ഫോർ മീറ്റർ, ദാറ്റ് ഈസ് ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ. ലെങ്ത് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് K സ്റ്റാൻഡ്സ് ഫോർ കിലോഗ്രാം. മാസ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം. മാസ് കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ്. ടൈം സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, കൂടാതെ MKS സിസ്റ്റവും എന്താണ്, ഒരു മെട്രിക് അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. മനസ്സിലായല്ലോ. മൂന്നാമത്തതാണ് FPS സിസ്റ്റം. ഇറ്റ് ഈസ് എ ബ്രിട്ടീഷ് ഇക്വലന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഒരു ബ്രിട്ടീഷ് ഇക്വലന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ F സ്റ്റാൻഡ്സ് ഫോർ ഫൂട്ട്. F എന്ന് പറയുന്നത് ഫൂട്ട് ആണ്. ദാറ്റ് ഈസ് ദ ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ ഫൂട്ട്. നീളം അളക്കുന്നത് ഫൂട്ടിലാണ്. P സ്റ്റാൻഡ്സ് ഫോർ പൗണ്ട്. മാസ് പൗണ്ടിലാണ് മെഷർ ചെയ്യുന്നത്. ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ്. ടൈം സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ. കൂടാതെ FPS സിസ്റ്റം ഒരു മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ മെട്രിക് ഓർ ഡെസിമൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, ഇനി നാലാമത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. SI സിസ്റ്റം മീൻസ് സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ് SI സിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രഞ്ച് ഇക്വലന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഒരു ഫ്രഞ്ച് ഇക്വലന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. And this system adopted by 11th General Conference of Weights and Measures in 1971. 1971 നടന്ന ഒരു ജനറൽ കോൺഫറൻസിൽ വെച്ചാണ് ഈ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് സിസ്റ്റം കണ്ടെയ്ൻസ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഈ സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുമുണ്ട്, 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലുമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. ഇതാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇതിന്റെ യൂണിറ്റും സിമ്പിളും കാണിച്ചിട്ടുണ്ട്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. സിമ്പിൾ എന്താണ്, സ്മോൾ ലെറ്റർ kg ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M ആണ് സിമ്പിൾ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ S ആണ് അതിന്റെ സിമ്പിൾ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ക്യാപിറ്റൽ K ഈസ് ദ സിമ്പിൾ. ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ആൻഡ് സിമ്പിൾ ഈസ് ക്യാപിറ്റൽ A. ലുമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് കാൻഡില ആണ്. സിമ്പിൾ CD, സ്മോൾ ലെറ്റർ CD ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ SI യൂണിറ്റ്
മോൾ ആണ്, ആൻഡ് സിമ്പിൾ ഈസ് സ്മോൾ ലെറ്റർ MOL. ഇതാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. കൂടാതെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് കൂടി ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് നോക്കൂ. ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, രണ്ടാമത്തത് സോളിഡ് ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്, റേഡിയൻ ആണ്. അതിന്റെ സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ RAD, റാഡ് ആണ്. രണ്ടാമത്തത് സോളിഡ് ആംഗിൾ ആണ്, അതിന്റെ യൂണിറ്റ് സ്റ്റിറേഡിയൻ ആണ്. സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ SR ആണ്. ഓക്കെ, ഇനി എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ ആംഗിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് സബ്ടെൻഡഡ് ബൈ എൻ ആർക്ക് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഒരു ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ DS എന്ന് പറയുന്നത് ആർക്കാണ്, dθ എന്ന് പറയുന്നത് ആംഗിൾ ആണ്, R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇങ്ങനെയുള്ള ഒരു കേസിൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ആംഗിൾ ഏതാണ്? dθ ആണ്. സോ dθ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് DS ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താണ്? R. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ പ്ലെയിൻ ആംഗിൾ. രണ്ടാമത്തതാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കി ചിത്രം ഒന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ഏരിയ ഇൻ സ്പേസ് അറ്റ് എ പോയിന്റ്. ഓക്കെ, അതായത് ഒരു ഏരിയ ഒരു പോയിന്റിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ DA എന്ന് പറയുന്നത് എന്താണ്? ഏരിയ. ഓക്കെ, അവിടെയുള്ള കൂടാതെ റേഡിയസ് എന്താണ്? R ആണ്. അതുപോലെ അവിടെയുള്ള കേസിൽ സോളിഡ് ആംഗിൾ എന്താണ്? Dω ആണ്. സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. സോളിഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. ഇവിടെ സോളിഡ് ആംഗിൾ Dω ആണ്. സോ Dω ഈസ് ഈക്വൽ ടു ഏരിയ DA divided by square of the radius, that is R square. So this is the equation for solid angle. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ SI സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് SI സിസ്റ്റം? SI സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് എ കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താ ഈ കൊഹിറന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതിന്റെ മീനിങ് ഇതാണ്. All derived units can be obtained by simple multiplication or division of fundamental units without introducing numerical factors. അതായത് ഒരു തരത്തിലുള്ള ന്യൂമറിക്കൽ ഫാക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ നിങ്ങൾക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ മീറ്റർ എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ സെക്കൻഡ് എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് സ്പീഡിന്റെ യൂണിറ്റ് കിട്ടി. സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ആക്സലറേഷൻ, അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? അതായത് മീറ്റർ എന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? സെക്കൻഡ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? എന്ന് പറഞ്ഞാൽ മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ചെയ്തത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ ജസ്റ്റ് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ശരിയല്ലേ? വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂമറിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. SI സിസ്റ്റം എന്താണ്? ഒരു കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. രണ്ടാമത്തത് എന്താണ്? റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താ ഈ റേഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ വിച്ച് ഓൺലി വൺ യൂണിറ്റ് ഫോർ എ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ് SI സിസ്റ്റത്തിൽ. ഓക്കെ, അത് ഏത് ടൈപ്പ് എനർജി ആണെങ്കിലും. എനർജി തന്നെ പല ടൈപ്പ് എനർജി ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, അതുപോലെ ഹീറ്റ് എനർജി ഉണ്ട്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് എനർജി ഉണ്ട്. അത് ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിലും ഹീറ്റ് എനർജി ആണെങ്കിലും എല്ലാം തന്നെ SI സിസ്റ്റത്തിൽ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. മറിച്ച് നിങ്ങൾ MK സിസ്റ്റമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. MK സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് വാട്ട് അവർ ആണ്. ഓക്കെ, അതുപോലെ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് കലോറിയാണ്. മനസ്സിലായല്ലോ? ശരിക്കും ശ്രദ്ധിക്കുക. MK സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്? വാട്ട് അവർ ആണ്. ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താണ്? കലോറിയാണ്. ഓക്കെ, അതായത് ഒരു ക്വാണ്ടിറ്റിക്ക് ഒരേ യൂണിറ്റ് ആണോ ഉള്ളത്? അല്ല. എനർജിയുടെ ഒരു ഫോമാണ് ഇലക്ട്രിക്കൽ എനർജി, മറ്റൊരു ഫോമാണ് ഹീറ്റ് എനർജി. രണ്ടിനും വേറെ വേറെ യൂണിറ്റുകളാണ് MK സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് MK സിസ്റ്റം ഒരു റേഷണൽ സിസ്റ്റം അല്ല. പക്ഷേ SI സിസ്റ്റം എന്താണ്? ഒരു റേഷണൽ സിസ്റ്റമാണ്. അത് മനസ്സിലായില്ലേ? അടുത്ത പോയിന്റ് ഇതാണ്.
ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം ഓർ ഡെസിമൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതൊരു മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റം എന്ന് പറയും. എന്താണ് ഈ ഡെസിമൽ സിസ്റ്റം അല്ലെങ്കിൽ മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? The meaning is this one. The multiples and submultiples of SI units can be expressed as the powers of 10. അതായത് മൾട്ടിപ്പിൾസിനെയും സബ് മൾട്ടിപ്പിൾസിനെയും നമുക്ക് 10ന്റെ പവറായിട്ട് എഴുതാൻ പറ്റും. അതിന്റെ മീനിങ് എന്താണ്? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ മീറ്റർ ആണ്. ശരിയല്ലേ? ഇപ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇനി 1 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിലോ നമുക്കറിയാം 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻² മീറ്റർ ആണ്. ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായോ? ദാറ്റ് ഇസ് എ മീനിങ്. മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ പവർ ഓഫ് 10. 10ന്റെ പവറായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എൻ അബ്സല്യൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതൊരു അബ്സല്യൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. അതിന്റെ മീനിങ് ഇതാണ്: ഇറ്റ് ഡസ് നോട്ട് യൂസ് ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ജി ഉള്ള യൂണിറ്റ് യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് അബ്സല്യൂട്ട് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. സിസ്റ്റം ഓഫ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയ ആണ് ഇത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഷുവറായിട്ടും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, ഈ ക്ലാസ് നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഫോക്കസ് പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്